പരിമിതികളെ സാധ്യതകളാക്കി ഭിന്നശേഷിക്കാരനായ ഗബ്രിയേൽ തൃശൂർ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ തീർത്ത ലൈവ് കേക്ക് മേക്കിംഗ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ മാധുര്യം കൂട്ടി. വിയൂർ ഗ്രീൻ പാർക്ക് അവന്യൂവിൽ ഫ്രാൻസിന്റെയും രജനിയുടെയും മകനായ ഗബ്രിയേൽ ഡൗൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയെ സ്ഥിരോത്സാഹം കൊണ്ട് മറികടന്നാണ് ഏവരെയും വിസ്മയിപ്പിച്ചത്. അമ്മയെ സഹായിച്ചും കണ്ടുപഠിച്ചുമാണ് ഈ 17-കാരൻ സ്വന്തമായി കേക്ക് നിർമ്മിച്ച് ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് ഒരു ഹോം മെയ്ഡ് മധുരം കേക്ക് മേക്കിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ ഗബ്രിയേലിന് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ലൈവ് ബേക്കിങ്ങിനുള്ള അവസരം നൽകുകയായിരുന്നു. ചോക്ലേറ്റ് ലാവ കേക്കാണ് ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും സാന്നിധ്യത്തിൽ ഗബ്രിയേൽ ഒരുക്കിയത്. എല്ലാവിധ പിന്തുണയുമായി അമ്മ രജനി സദാ ഒപ്പമുണ്ടായിരുന്നു. കൊറോണ സമയത്ത് നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും കുക്കിംഗ് ആണ്. അപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആള് നമ്മുടെ കൂടെ വരും. സബോളയും ക്യാരറ്റും ആണ് അരിഞ്ഞു തുടങ്ങിയത്. ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യും പുഡിംഗ് കേക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാനൊന്ന് ട്രയൽ നോക്കിയതാണ്. അപ്പോൾ ആൾ നന്നായിട്ട് ക്യാരറ്റ് അരിയുന്നു, ബേക്ക് ചെയ്യാനുള്ള ടൈമും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇപ്പോൾ പഠിച്ചിട്ട്. പിന്നെ പുഡിംഗ് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്ത് തരാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേക്ക് ഒരുക്കിയ ഗബ്രിയേലിന് അപ്രതീക്ഷിത സമ്മാനവും കല്യാൺ നൽകി. സംഗീതം ഏറെ ഇഷ്ടപ്പെടുന്ന ഗബ്രിയേൽ സമ്മാനമായി ലഭിച്ച ഡ്രംസിലും സ്വന്തം പിയാനോയിലും സംഗീതം അവതരിപ്പിച്ച് ഏവരുടെയും മനവും കീഴടക്കി. ഗബ്രിയേലിന് ഇത്തരമൊരു അവസരം നൽകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വർദ്ധിനി പ്രകാശ് പറഞ്ഞു. നമ്മൾ ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ട് 3-4 പ്രോഗ്രാം തന്നെ കടയിൽ നടത്തുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാമാണ് ഒരു ഹോം മെയ്ഡ് മധുരം എന്ന പ്രോഗ്രാം. അത് നമ്മുടെ കടയിൽ വെച്ച് തന്നെയായിരുന്നു. പക്ഷെ അതിന് ഈ കുട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പങ്കെടുക്കാൻ. അതിനിടയ്ക്ക് ഈ പ്രോഗ്രാം നമ്മുടെ കഴിഞ്ഞുപോയി. ആ കുട്ടിയുടെ അമ്മ ഒത്തിരി വിഷമിച്ചു, കുട്ടീനെ ഇത് ചെയ്യാൻ പറ്റിയില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ കുട്ടീനെ മാത്രമായിട്ട് തന്നെ ഒരു പ്രോഗ്രാം ചെയ്യാം. അന്ന് ഈ കുട്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ 11 ആളുകളുടെ കൂടെ ഒരാളായേന്. പക്ഷെ ഇന്ന് ഈ കുട്ടിയാണ് താരം. എഴുതാനും വായിക്കാനും എണ്ണാനും അറിയാത്തൊരു കുട്ടിക്ക് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ അതൊരു എളുപ്പ കാര്യമല്ല. പക്ഷെ ഈ കുട്ടിക്ക് എല്ലാം കണ്ണളവാണ്. അത് ശരിക്കും ഒരു ഗോഡ് ഗിഫ്റ്റ് തന്നെയല്ലേ. ചടങ്ങിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ പ്രിയ കൂട്ടുകാരൻ പൃഥ്വിക്കാണ് താൻ ഒരുക്കിയ കേക്ക് ഗബ്രിയേൽ ആദ്യമായി രുചിക്കാൻ നൽകിയത്. കൂട്ടുകാരനിൽ നിന്ന് കേക്കിന് മികച്ച അഭിപ്രായം സ്വന്തമാക്കിയതോടെ കയ്യടിയോടെ സദസ്സും പിന്തുണ നൽകി. കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രകാശ് പട്ടാഭിരാമൻ സന്നിഹിതനായിരുന്നു. TCV തൃശൂർ.